വിനയത്തിലൂടെ ലോകം കീഴടക്കാം. ആത്മീയ വിജയത്തിന്റെ രഹസ്യങ്ങൾ. ലോകം മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിലാണോ, അതോ നിങ്ങൾ മറ്റുള്ളവരുടെ കാൽക്കീഴിലാണോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയവരെല്ലാം ഒരു കാര്യം വിശ്വസിച്ചിരുന്നു: ഉയർത്തപ്പെടണമെങ്കിൽ ആദ്യം താഴ്ത്തപ്പെടണം. ഈ പെസഹ വ്യാഴം വെറുമൊരു മതപരമായ ആചാരമല്ല, മറിച്ച് അഹങ്കാരത്തെ വെടിഞ്ഞ് വിനയത്തിലൂടെ എങ്ങനെ ഒരു നേതാവാകാം എന്നതിന്റെ മാസ്റ്റർ ക്ലാസ് ആണ്. അവസാന അത്താഴത്തിന്റെ ആ രാത്രിയിൽ ആരാണ് തങ്ങളിൽ വലിയവൻ എന്ന് തർക്കിച്ച ശിഷ്യന്മാരുടെ മുൻപിലേക്ക് പ്രപഞ്ചനാഥനായ ദൈവം ഒരു തോർത്തെടുത്ത് അരയിൽ ചുട്ടിക്കുനിഞ്ഞിരുന്നു. ആ വിനയമാണ് ഇന്നും ലോകം സ്മരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലും കുടുംബത്തിലും കരിയറിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരമായിരിക്കാം അതിന് കാരണം. അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ഇലേക്ക് സ്വാഗതം. ജീവിതവിജയത്തിന്റെ ഓരോ പടവുകളും ആത്മീയ കരുത്തോടെ ചവിട്ടിക്കയറാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. പാദക്ഷാളനം, സെർവന്റ് ലീഡർഷിപ്പിന്റെ പാഠം. എന്തുകൊണ്ടാണ് ഈശോ പത്രോസിന്റെയും യൂദാസിന്റെയും പാദങ്ങൾ കഴുകിയത്? അക്കാലത്ത് വീട്ടിൽ വരുന്ന അതിഥികളുടെ പാദങ്ങൾ കഴുകുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ദാസന്മാരുടെ ജോലിയായിരുന്നു. ഇന്ന് ലോകത്തിലെ വമ്പൻ കമ്പനികൾ പഠിപ്പിക്കുന്ന സെർവന്റ് ലീഡർഷിപ്പ് എന്ന ആശയം 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ ഇവിടെ കാണിച്ചുതന്നു. ഒരു നല്ല ബോസ് തന്റെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നവനായിരിക്കണം. ഒരു നല്ല പിതാവ് തന്റെ മക്കളുടെ വികാരങ്ങളെ മാനിക്കുന്നവനായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കാൻ തയ്യാറാകുമ്പോൾ അവർ നിങ്ങളെ സ്നേഹത്തോടെ പിന്തുടരും. വിനയം എന്നത് ദുർബലതയല്ല, മറിച്ച് അത് അങ്ങേയറ്റത്തെ ആത്മബലമാണ്. മറ്റൊരാളുടെ മുൻപിൽ കുനിയാൻ കഴിയുന്നവനെ ലോകത്തെ കീഴടക്കാൻ കഴിയൂ. സ്നേഹത്തിന്റെ പുതിയ നിയമം. ഈ രാത്രിയിൽ ഈശോ നൽകിയ ഏറ്റവും വലിയ ഉപദേശം സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മുടെ ജീവിതവിജയത്തിന് സ്നേഹം എങ്ങനെ സഹായിക്കും? സ്നേഹമുള്ളിടത്ത് മാത്രമേ ടീം വർക്ക് ഉണ്ടാകൂ. സ്നേഹമുള്ളിടത്ത് മാത്രമേ വിശ്വസ്തത ഉണ്ടാകൂ. നിങ്ങളുടെ പങ്കാളിയോട്ടോ മക്കളോട്ടോ ഉള്ള ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ ഈ പെസഹ ദിനത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമിടുക. ഈശോ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിന്റെ പാദങ്ങളും കഴുകി എന്നത് മറക്കരുത്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമിക്കാനുള്ള ആ വലിയ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി മാനസിക സമ്മർദ്ദവും അവിടെ തീരും. ഗെത്സമനിയിലെ പോരാട്ടം, മാനസികാരോഗ്യം. പെസഹ അത്താഴത്തിന് ശേഷം ഈശോ പോകുന്നത് ഗെത്സമനി തോട്ടത്തിലേക്കാണ്. അവിടെ അവിടുന്ന് വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി. ഭയം, ഒറ്റപ്പെടൽ, വരാനിരിക്കുന്ന പീഡകൾ. ജീവിതത്തിൽ നാം ഓരോരുത്തരും ഇത്തരത്തിലുള്ള ഗെത്സമനികൾ അനുഭവിക്കാറുണ്ട്. പരീക്ഷാ പേടി, സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം. ഇവിടെ ഈശോ കാണിച്ചിരുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ലഭിച്ച ആത്മബലം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം വിവരണാതീതമാണ്. വിജയത്തിനായുള്ള 3 ആത്മീയ ടിപ്പുകൾ. ഈ പെസഹ വ്യാഴം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അഹങ്കാരത്തെ ഉപേക്ഷിക്കുക. എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവം മാറ്റി ഒരു വിദ്യാർത്ഥിയെപ്പോലെ വിനയത്തോടെ കാര്യങ്ങളെ സമീപിക്കുക. സേവന മനോഭാവം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ഒരാളെ നിസ്വാർത്ഥമായി സഹായിക്കുക. പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ആ പ്രവൃത്തി നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. ക്ഷമിക്കാൻ ശീലിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ഇന്ന് മനസ്സാ ക്ഷമിക്കുക. മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് പുതിയ ആശയങ്ങളും ഊർജ്ജവും കടന്നുവരുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ പെസഹ അപ്പം, ഇന്ദ്രിയപ്പം മുറിക്കുമ്പോൾ ഇത് കേവലം ഒരു ചടങ്ങായി കാണരുത്. അത് സ്നേഹത്തിന്റെ പങ്കുവെക്കലാണ്. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് കൈകൾ കോർത്തുപിടിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക. കർത്താവായ ഈശോയെ, അങ്ങ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഞങ്ങളെ പഠിപ്പിച്ച വിനയത്തിന്റെ പാഠം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പിണക്കങ്ങളും വഴക്കുകളും മാറ്റി ഞങ്ങളെ സ്നേഹത്തിൽ ഒന്നാക്കണമേ. അഹങ്കാരത്തിന്റെ മതിലുകൾ തകർത്തു വിനയത്തിലൂടെയും സേവനത്തിലൂടെയും ജീവിതവിജയം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പെസഹ അപ്പം മുറിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടാകണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പെസഹ വ്യാഴം ആശംസിക്കുന്നു.